ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ വെഡിങ് ടെമ്പിൾ ഷൂട്ടാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ അമ്പാടീനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവൻ എഴുന്നേറ്റതിൻ്റെ ഒരു കലിപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഏട്ടനും അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെമ്പിൾ ഷൂട്ട് വടകര ലോകനാർക്കാവിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇറങ്ങുകയാണ്. കൂടെ 2 ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അജേട്ടൻ റെഡിയായി നിൽപ്പുണ്ട്. ചോറോടുന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് കയറാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ആക്ച്വലി ജാനുവരി 27 നാളെയാണ് താലികെട്ടും റിസപ്ഷനും ഒക്കെ. ഇന്നിപ്പം വൈകുന്നേരം പുടവ കൊടുക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ പോവാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം മുൻപ് പ്ലാൻ ചെയ്തതാണ്. പിന്നെ എന്തൊക്കെയോ കാരണവശാൽ അത് നീട്ടി വെക്കേണ്ടി വന്നു. അപ്പോൾ തലേ ദിവസമാണ്, കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പ്രീ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആജേട്ടൻ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അമ്പാടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവനെ ഞാൻ തോണ്ടി വിളിക്കുകയാണെങ്കിലും നല്ല ഉറക്കത്തിലാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. വടകരക്കാരൊക്കെ ആണെങ്കിലും മിക്കപ്പോഴും എല്ലാവരും ചൂസ് ചെയ്യുന്ന ഈ ടെമ്പിൾ ഷൂട്ടിനൊക്കെ മിക്കപ്പോഴും എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഈ ലോകനാർക്കാവ് കേട്ടോ. ഫുൾ വൈബാണ്. അത് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുമ്പോൾ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നേരെ പാർക്കിങ്ങിലോട്ട് പോകാമെന്ന് കരുതി ആദ്യം തന്നെ. അങ്ങനെ അവിടെ എത്തിയാലും പിന്നെ വിരിച്ചു കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി മറ്റുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കപ്പിൾസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1-2 എന്താ പറയുക ടെമ്പിൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവിടെ എന്താ പറയുക ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ കുളത്തിൻ്റെ ആ ഒരു സ്പേസിൽ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ സൈഡാക്കി. അമ്പാടി ഇതാ അവിടെ നിൽപ്പുണ്ട്. അവനെ 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ നിർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ടാണെന്ന് അറിയില്ല, മൂഡൊന്നും ശരിയില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ കുറച്ച് ഫോട്ടോസോ എന്തൊക്കെയോ അവർ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവനെ ഇതാ കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവനെങ്ങനെ എന്താ പറയുക തറിപ്പിച്ച് നോക്കുമായിരുന്നു കേട്ടോ. ക്യാമറയൊക്കെ അവന് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ അവർ ബുദ്ധിമുട്ടി എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനെന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അറിയില്ല കേട്ടോ ഫോട്ടോസൊക്കെ കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ കുറേ സമയം അവന് കുറേ ട്രൈ ഒക്കെ ചെയ്തു. ലാസ്റ്റ് അവന് ഞങ്ങളിങ്ങോട്ട് എടുത്തു കേട്ടോ. അതിന് ശേഷം ഏട്ടൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ. ശരിക്കും നമ്മൾ ടെമ്പിൾ ഷൂട്ട് പ്ലാൻ ചെയ്തത് 1-2 ദിവസം മുൻപാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ കാരണവശാൽ നമുക്ക് നീട്ടി വെക്കേണ്ടി വന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ട് അമ്മയും അച്ഛനും ഒക്കെ വരാൻ നിന്നതാണ്. പിന്നെ തലേ ദിവസമായതുകൊണ്ട് അവിടെ വീട്ടിലൊക്കെ ആൾ വരുന്നതുകൊണ്ട് അവർക്കും എന്താ പറയുക ഈ ഒരു ടെമ്പിൾ ഷൂട്ടിൽ വരാൻ പറ്റിയില്ല. അമ്മയ്ക്കും എന്താ പറയുക ഞാനൊരു സാരി കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ബ്ലൂ ബ്ലൗസുള്ള ഈ ഒരു സാരിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സാരിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു ബ്ലൗസ് വിത്ത് ഈ ഒരു സാരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോഴത്തേക്കും അമ്പാടിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എന്താ പറയുക ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, കറങ്ങി തിരിഞ്ഞ് അവന് ഞാൻ ഈ ഒരു ബ്ലൂ ഇട്ട് കൊടുത്തു. പിന്നെ അജേട്ടൻ വരുമ്പം ബ്ലൂ ഇട്ടു. പിന്നെ ഏട്ടൻ്റെ അടുത്തും ഏട്ടൻ ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കൂടെ ഒരു ബ്ലൂ ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ എല്ലാവരും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കളർഫുൾ ബ്ലൂ കോഡ് എന്ന രീതിയിലായി കേട്ടോ. അപ്പോൾ അത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ്, ഒട്ടും പ്രതീക്ഷയല്ല. പക്ഷെ എന്താണെന്നറിയില്ല അങ്ങനെ വന്നു കേട്ടോ. അതൊരു രസമായിട്ട് മാറി. അപ്പോൾ ഞങ്ങളിതാ പിന്നെ കുളത്തിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫോട്ടോ ഷൂട്ടൊക്കെ തുടങ്ങി. ഏട്ടൻ ഇതാ നല്ലപോലെ പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ വരാനിരുന്നതാണ്. പക്ഷേങ്കിൽ നീട്ടി വെച്ചത് കാരണം അവർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെന്താ കാര്യമായിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ഫീലായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുളത്തിൻ്റെ അവിടെയൊക്കെ കുറേ കൊച്ചകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രവീഷ് ഏട്ടന് ഇതാ കാര്യമായിട്ട് വീഡിയോ ഒക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരെ കൂടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നമ്മൾ എന്താ പറയുക ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മുമ്പ് അമ്പാടീൻ്റെയും ഏട്ടൻ്റെ ഒക്കെ വീഡിയോസൊക്കെ എടുത്തില്ലേ, അവിടുന്ന് ശരിക്കും ഞങ്ങളും എന്താ പറയുക സേവ് ദ ഡേറ്റും അജേട്ടൻ്റെ എൻ്റെയും സേവ് ദ ഡേറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാവേ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അവിടെ നിന്ന് കാര്യമായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടോളൂ കേട്ടോ. എങ്ങനെയുണ്ട്?
അങ്ങനെ കുറച്ച് കുളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ കവർ ചെയ്തു. ഞങ്ങളെ ഗ്രൂപ്പായിട്ട് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളത്തിൽ നിന്ന് അവിടെ നിന്ന് കാലൊക്കെ കഴുകി നമ്മൾ ദൈനി ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ഫുള്ള് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ഇളം വെയിലുണ്ടായിരുന്നു കേട്ടോ, രാവിലെ തന്നെയല്ലേ. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ മുന്നിലോട്ട് നടക്കുകയാണ്. ഞാനിതാ പയ്യെ പയ്യെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ മുല്ലയൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് എന്താ പറയുക, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാരാണെന്ന് തോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുല്ല വേണേ മേടിച്ചു എന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി മുല്ലയൊക്കെ മേടിക്കാൻ നോക്കുവാണ്. അപ്പോൾ മുല്ല മേടിച്ചാലും സ്ലൈഡോ ഹെയർപിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചേച്ചീൻ്റെ അടുത്ത് എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് മുല്ല വയ്ക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് കുറച്ചൊരു ഭംഗിയൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ മേടിച്ചാണ്. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചേച്ചി വെച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മുടിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ആകെ പറ്റി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പുറത്തൂടെ ജസ്റ്റ് ഒന്ന് മുടി കെട്ടിയൊന്നും വെച്ചില്ല കേട്ടോ. ജസ്റ്റ് ബാക്കിലൊന്ന് ക്ലിപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി എനിക്കിത് അവിടുത്തെ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ട്. തക്കു ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മുല്ലയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ടാറ്റ പറഞ്ഞിട്ട് ചേച്ചീൻ്റെ അടുത്ത് നിന്ന് നേരെ വന്നു. എന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, അതൊക്കെ കവർ ചെയ്തതിന് ശേഷം നമ്മളിത് ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തൊഴുതു പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ഏട്ടൻ്റെ തൊഴുന്ന കുറച്ച് എന്താ പറയുക ആ ഒരു പോർഷൻസൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ടെമ്പിൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു ഭാഗത്തുനിന്ന് എനിക്ക് ഏട്ടൻ വീഡിയോ ഒക്കെ എടുത്തു തരാണ്. നമ്മുടെ വീഡിയോന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പോസ് ചെയ്ത് തന്നതേ ഉള്ളൂ. ഓൾറെഡി ഞാൻ തൊഴുതതാണ്. പിന്നെ നമുക്ക് വീഡിയോയിലൊന്ന് ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴുന്ന ഏട്ടൻ കവർ ചെയ്ത് തന്നതേ ഉള്ളൂ കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ നല്ല ഉറക്ക ക്ഷീണമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ എടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കളിക്കുകയാണ് കേട്ടോ ഉറക്കാൻ വേണ്ടിയിട്ട്. അവന് കാലത്ത് എഴുന്നേറ്റത് കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. പിന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിൽ ഇതേപോലെ ടെമ്പിൾ ഷൂട്ടിന് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ടെമ്പിൾ ഷൂട്ടിന് നമ്മൾ ഒത്തിരി സമയമൊന്നും എടുത്തില്ല കേട്ടോ. ശരിക്കും 8 മണിക്ക് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഒരു 10 മണിയാകുന്നപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുകയുണ്ടായി കേട്ടോ. അത്രയും ഒരു 2 മണിക്കൂറിനകം അവരെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അങ്ങനെ നമ്മുടെ ടെമ്പിൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നല്ല ഹാപ്പി ആയിട്ട് സേഫായിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിയുന്നപ്പോഴത്തേക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ ബൈ, സി യു, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.